ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് 3 ഡേയ്സ് നല്ല പനിയായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടാൻ പറ്റാണ്ടായേ. അപ്പം നമുക്ക് ഇനി മുതൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇടുന്നതും ഫസ്റ്റ് ത്രെഡ് എങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നതൊക്കെ പഠിച്ചായിരുന്നു. ഇനി നമ്മളൊരു സ്റ്റിച്ച് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് സ്റ്റോപ്പ് ചെയ്യുന്നത്, എൻഡ് നോട്ട് എങ്ങനെ ഇടാം, പലർക്കും ഇത് പറ്റുന്നില്ല. സോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പോരാത്തതിന് ഷോർട്സ് കൂടെ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ടൈമില്ലാത്തവരാണെങ്കിൽ അത് കയറി ചെക്ക് ചെയ്ത് കാണാവുന്നതാണ്. സോ എങ്ങനെയാണ് ഇത് ഇടുന്നതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നീഡിലൊന്ന് താഴേക്ക് എടുത്തിട്ട് മേളിലോട്ടൊരു ലൂപ്പ് എടുക്കുക. കണ്ടല്ലോ എല്ലാവരും. എന്നിട്ട് തൊട്ടടുത്തായിട്ട് വേണം നമ്മൾ കുത്താൻ, പുറത്തോട്ട് കൊണ്ടൊന്നും കുത്തരുത്. അതിനകത്തൂടെ, ആ ലൂപ്പിനകത്തൂടെ തന്നെ അടുത്ത സ്റ്റിച്ചൊന്ന് എടുക്കുക. ഇപ്പോൾ കാണുന്നത് ആദ്യത്തേത്, ഇപ്പോൾ എടുത്തത് രണ്ടാമത്തേത്. സോ രണ്ടാമത്തേതിനകത്തൂടെ നീഡിലെടുത്തിട്ട് ആദ്യത്തെ ലൂപ്പിനെ മെല്ലെ ഒന്ന് മേലോട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. കണ്ടില്ലേ ഞാൻ പാടുപെട്ടെടുക്കുന്നത്? ഈസിയാണ്, പക്ഷെ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും അങ്ങനെ കാണിക്കുന്നത്. കണ്ടോ? മേലോട്ടൊന്ന് വലിച്ചെടുക്കുക. താഴത്തെ ത്രെഡൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മേളിൽ ത്രെഡൊന്ന് പൊങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് തൊട്ടടുത്തായിട്ട് നീഡിലൊന്ന് കുത്തിയതിന് ശേഷം ആ ത്രെഡ് അതിൽ വൈൻഡ് ചെയ്ത് കൊടുക്കുക. താഴേക്കൊന്ന് വലിച്ചിടുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഈസിയാണ്. മനസ്സിലാവാത്തവർ വിഷമിക്കേണ്ട, ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നീഡിലൊന്ന് താഴേക്ക് കുത്തി ഒരു ലൂപ്പ് എടുക്കുക. ഇപ്പം ഞാൻ വെച്ചത് കണക്ക് നീഡിൽ അത്രയും ഡിസ്റ്റൻസിൽ വെക്കരുത്, അത് തെറ്റാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെട്ട് ടൈറ്റ് ആവില്ല. അതിന് നീഡിലൊന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ടേ, ഞാനതൊന്ന് എടുക്കട്ടെ. ഓക്കെ, എല്ലാം ശരിയായി. ജസ്റ്റ് അതിൻ്റെ അടുത്ത് വേണം ചെറിയൊരു ലൂപ്പ് എടുക്കുക. ഇപ്പോൾ എടുത്തത് രണ്ടാമത്തെ ലൂപ്പ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ആ രണ്ടാമത്തെ ലൂപ്പിനകത്തൂടെ ആദ്യത്തെ ലൂപ്പിനെ ഒന്ന് ചുറ്റിയെടുക്കുക. താഴത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൂടെ കൊടുക്കുക. മേളിൽ നല്ല ഭാഗത്തേക്ക് കണ്ടില്ലേ, മേളിലൊരു ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, അത് താഴേന്ന് നീഡിൽ വെച്ച് അതിനെ ഒന്ന് ചുറ്റി കൊടുത്ത്, ആ ത്രെഡിനെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ താഴോട്ടേക്ക് ഒന്ന് വലിക്കുക. ഇത് വലിയ പാടൊന്നുമില്ല, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 10-12 പ്രാവശ്യം നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ഇടാണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവർക്കും കിട്ടും. എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്, എനിക്കിത് കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ടുള്ളവർ എന്നെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ആരെയും മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അല്ല, ലിങ്കാണ് വേണ്ടെന്നുള്ളവർ ലിങ്ക് പറഞ്ഞാൽ മതി, ഞാനത് സെൻഡ് ചെയ്ത് തരാം. പക്ഷേ ഇൻസ്റ്റയിലായിരിക്കണം. ഓക്കെ. പിന്നെ എന്താ പറയണ്ടേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരു പാടുമില്ല, ഈസിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.